ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ശരി, വീഡിയോ കണ്ടു നോക്കാം. ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 350 ഗ്രാം കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് മുങ്ങിക്കിടക്കേണ്ട വിധത്തിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇതാ ഞാനിപ്പോൾ ഇതിലേക്ക് മുങ്ങിക്കിടക്കേണ്ട വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇതിപ്പം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം മൊത്തം ഊറ്റിക്കളഞ്ഞിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് വറുത്ത പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, കൂടെ 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ കോളിഫ്ലവർ ചേർത്ത് കൊടുത്തതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയെ. ഇനി ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതുപോലെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മാത്രമേ മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒരുമിച്ച് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കരുത്. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കട്ടിയിലാണ് നമുക്കിത് വേണ്ടത്. ഒരുപാട് ലൂസായി പോകാനും പാടില്ല, ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കോളിഫ്ലവർ മൊത്തം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് പൊടിഞ്ഞു പോവരുത്. ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പതിയെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയേ. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റിന് മാറ്റി വെക്കാം. 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നമുക്കിതുപോലെ നന്നായി മസാല പിടിച്ച് കിട്ടും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. അതിനുവേണ്ടി ഞാനിവിടെ 4 പീസ് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കോളിഫ്ലവർ എടുത്തിട്ട് ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കോളിഫ്ലവർ ഒരുമിച്ച് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കോട്ട് ചെയ്തെടുക്കാൻ പാടില്ല. ഇതുപോലെ ഓരോ കോളിഫ്ലവർ എടുത്തിട്ട് വേണം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയേ. ഡബിൾ കോട്ടിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒറ്റ പ്രാവശ്യം കോട്ട് ചെയ്തെടുത്താൽ മതിയേ. ഇതിപ്പോൾ ഞാൻ മൊത്തം ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ സ്റ്റൗവിലേക്ക് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ നല്ല പോലെ ഒന്ന് ചൂടാകണം. എണ്ണ ഇപ്പം നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ കോളിഫ്ലവർ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴും ഇതുപോലെ ഓരോന്ന് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയേ. ഇതിപ്പോൾ ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്, ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നില്ല. എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം മാത്രമേ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എണ്ണ കുടിക്കും കോളിഫ്ലവർ. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. കോളിഫ്ലവർ ഇതുപോലെ ഇട്ട് കൊടുത്താൽ ഉടനെ തന്നെ ഇളക്കി കൊടുക്കാൻ പാടില്ല. 1 മിനിറ്റിന് ശേഷം മാത്രമേ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഒരു 3 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതിപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള കോളിഫ്ലവറും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്.
അങ്ങനെ ഇതാ ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം ഭാഗം നല്ല സോഫ്റ്റുമായിരിക്കും നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കോളിഫ്ലവറിന്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.